ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് മിൽക്ക് മെയ്ഡ് ഐസ്ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഐസ്ക്രീം പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ടി ഒരു ഐസ്ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. പാല് തിളച്ചതിന് ശേഷം നമ്മൾ ഐസ്ക്രീം പൗഡർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഐസ്ക്രീം പൗഡർ ആഡ് ചെയ്ത് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മിൽക്ക് മെയ്ഡ് ചേട്ടനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം മിൽക്ക് മെയ്ഡ് വേണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക, ഈ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇതൊന്ന് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ട് 1 hour വെയിറ്റ് ചെയ്യണം ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് നോക്കിയിട്ട് 1 hour കഴിഞ്ഞിട്ട് നമ്മളെടുത്തു. അത് എടുക്കുന്നതാണ് കാണിക്കുന്നത്. കുറേ നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്നും ഐസിൽ വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കാനുള്ള ഒരു പ്രോസസ്സാണ് വരുന്നത്. മിക്സിയിലിട്ടടിക്കുക കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ടടിച്ച് നമുക്കൊരു ബൗള് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഏത് ബൗളിലായാലും എടുത്ത് വയ്ക്കാം, സെർവ് ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഇതിലൊരു ഐസ്ക്രീം ബൗളിലാണ്, ഇതുപോലത്തെ ഒരു ഐസ്ക്രീം ബൗളിലാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ആണ് മാത്രം കേട്ടോ, സ്ട്രോബെറിയുടെ ഒന്നും കിട്ടിയില്ല, ചോക്ലേറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്രിഡ്ജിലേക്ക് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് നമ്മളൊന്ന് അത് സെറ്റായി വരുമ്പോൾ ഒന്ന് പുറത്തേക്കൊന്ന് എടുക്കണം. അത് പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും അടിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ സെറ്റാവുന്നതൊന്ന് ഇതുപോലെ തന്നെ ചെയ്യണം. പുറത്തെടുത്ത് വെച്ചു, അത് സെറ്റായിട്ട് നമ്മളെന്ത് ചെയ്തു, അത് സെർവ് ചെയ്യണം എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് കുറച്ച് ദിവസം ഇരുന്നിട്ടുണ്ട്, 3-4 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം സെറ്റായി. താങ്ക് യു വാച്ചിങ് ഫോർ വീഡിയോ.